എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 54 ശ്ലോകം 31, 32, 33, 34, 35, 36, 37, 38, 39, 40 10 ശ്ലോകങ്ങളിൽ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അതാ രുക്മി ഭഗവാന്റെ നേരെ ക്രോധപൂർവ്വം അങ്ങനെ യുദ്ധം ചെയ്യണു. ഭഗവാൻ രുക്മിയുടെ എല്ലാ ബാണങ്ങളെയും നശിപ്പിച്ചു. അവസാനം എന്താ, ഇനി ഇവനെ വധിക്കുക തന്നെ എന്ന് വിചാരിച്ച് വധിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസത്താം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. തസ്യ ചാപതത ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭി ഛിത്വാസിമാദദേ തിഗ്മം രുക്മിണം ഹന്തുമുദ്യത. തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന രുക്മിയുടെ വാളും പരിചയും ഭഗവാൻ ബാണങ്ങൾ കൊണ്ട് പൊട്ടി പൊടിയായിട്ടാണ് മുറിച്ചു. ഇനി ഇവനെ തീർക്കുക തന്നെ, ഇവനെ വധിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ആ തീവ്രമായ തന്റെ വാളങ്ങട് എടുത്തു. ഭഗവാൻ എടുത്തു പിടിച്ചു. അപ്പോഴായിരിക്കും രുക്മിണി പേടിച്ചു. പാവം രുക്മിണി വാളെടുത്ത് ഏട്ടനെ വെട്ടാൻ പോവുകയാണെന്ന് മനസ്സിലായി. വളരെ സങ്കടത്തോടു കൂടി രുക്മിണി പറയുന്നു. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തു ഉവാച കരുണം സതി. തന്റെ സഹോദരനെ ഇപ്പൊ ഹനിക്കും എന്ന തോന്നല് രുക്മിണിക്കുണ്ടായി. ഭയം കൊണ്ട് പരവശയായി ഭർത്താവിന്റെ പാദങ്ങളിലാണ് വീണ് നമസ്കരിച്ചു രുക്മിണി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവ ജഗൽപദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. ഹേ ഭഗവൻ, എന്റെ സഹോദരനെ ഹനിക്കണത് അങ്ങേക്ക് യോഗ്യല്ലാട്ടോ. അങ്ങയുടെ വൈഭവം എന്ന് അറിയാൻ എന്റെ ഏട്ടൻ ശക്തനല്ല, കൊല്ലരുതേ എന്ന് പറഞ്ഞു. ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്. ശ്രീ ശുഖ ഉവാച തയാ പരിത്രാസ വികമ്പിതാംഗയാ ശുചാവശുഷ്യൻ മുഖരുദ്ധ കണ്ഠയാ കാതര്യ വിശ്രംസിത ഹേമമാലയാ ഗൃഹീതപാദ കരുണോന്യവർത്തത. ഭയം നിമിത്തം രുക്മിണിയുടെ സർവ്വ അംഗങ്ങളും കിട്ടുകിട്ടങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. മുഖത്തിന്റെ ആധിക്യം കൊണ്ട് വായിലെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിപ്പോയി എന്നാ പറയുന്നത്. കണ്ഠത്തിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരണില്ല. തളർന്നു പോയി രുക്മിണി. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മെലിഞ്ഞ പോലെ കഴുത്തിൽ ധരിച്ച സ്വർണമാല ഊരി അങ്ങോട്ട് വീണു. അങ്ങനെ ഇരിക്കുന്ന രുക്മിണി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് സഹോദരനെ വധിക്കരുതേ എന്ന് അപേക്ഷിച്ചപ്പോ ഭഗവാന് വളരെ പാവം തോന്നി, കരുണ തോന്നി. വേണ്ട, ഇങ്ങനെ രുക്മിണി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് സഹോദരനെ വധിക്കരുതേ എന്ന് അപേക്ഷിച്ചപ്പോ കരുണ തോന്നി ഭഗവാന്. അപ്പൊ രുക്മിയെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ചു. ചൈലേന ബദ്ധ്വാ തമസാധുകാരിണം സശ്മശ്രുകേശം പ്രഭവൻ വെരൂപയൽ താവൻ മമർദു പരസൈന്യമത്ഭുതം യദു പ്രവീര നളിനിം യഥാഗജ. അഹങ്കാരം കാണിച്ചുകൊണ്ട് നേരിട്ട് വന്ന രുക്മിയെ വധിക്കണ്ട എന്ന് നിശ്ചയിച്ചു ഭഗവാൻ. എന്നിട്ട് വാളുകൊണ്ട് ഭഗവാൻ അവന്റെ തലമുടിയും താടിമീശ രോമങ്ങളും ഇടയ്ക്കിടെ കുറേശ്ശെ അങ്ങോട്ട് നിർത്തി നിർത്തി ബാക്കി മുഴുവൻ അങ്ങോട്ട് ഛേദിച്ചു, വിരൂപനാക്കി. അവിടെ ഒക്കെ താടി രോമങ്ങള്. അപ്പൊ അങ്ങനെ ഒരു വൈരൂപ്യം വരുമല്ലോ. അങ്ങനെ അപ്പോഴേക്കും യദു സൈന്യനാഥന്മാര്, ഭഗവാന്റെ സൈന്യങ്ങളിലെ വീരന്മാര് ശത്രു സൈന്യത്തെ ആനകള് താമര പൊയ്കയെ എന്ന പോലെ, എങ്ങനെ ഒരു ആന താമര പൊയ്കയില് അതൊക്കെ നശിപ്പിക്കുക, അതുപോലെ എല്ലാവരും അവശപ്പെടുത്തി എന്നാണ് പറയുന്നത്. കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭു വിമുച്ഛബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത്. അപ്പോഴാണ് എല്ലാവരും ആ രുക്മിണിയുടെ മുഖം കണ്ടിട്ട് പരിഹസിക്കാൻ തുടങ്ങി. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ചിരിച്ചു പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രുക്മിയെ. അപ്പോ ഭഗവാൻ ബലരാമസ്വാമി ആ സമയത്ത് അങ്ങോട്ട് വന്നു. പാവം തോന്നിയെന്നാ പറഞ്ഞു രുക്മിയെ കണ്ടപ്പോ. അങ്ങനെ കെട്ടിൽ കിടക്കുന്ന ആ രുക്മിയെ കണ്ടിട്ട് വേഗം അഴിച്ചു വിട്ടു ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു.
അസാധ്യതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വധ. അതെ കൃഷ്ണ, നിന്റെ ഈ പ്രവൃത്തി ഒട്ടും നന്നായില്ല കേട്ടോ. നമുക്കിത് അശേഷം യോഗ്യമല്ല. ഒന്നുമല്ലെങ്കിൽ രുക്മിണിയുടെ സഹോദരനല്ലേ, സുഹൃത്തിന്റെ തലമുടി അറുത്ത് വിരൂപപ്പെടുത്തത് അവനെ വധിച്ചതിന് തുല്യല്ലേ. വേണ്ടിയിരുന്നില്ല കേട്ടോ കൃഷ്ണ. മൈ വാസ്മാൻ സാധ്യ അസൂയേധ ഭ്രാതുർവൈരൂപ്യ ചിന്തയാ സുഖ ദുഃഖദോ ന ജാന്യോസ്തി യതസ്വകൃത പുമാൻ. എന്നിട്ട് ശ്രീകൃഷ്ണനെ അങ്ങനെ ശാസിച്ചു. അപ്പോഴാണ് രുക്മിണി നോക്കിയപ്പോ രുക്മിണി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, ഹേ പതിവ്രതെ, നിന്റെ സഹോദരനെ വിരൂപപ്പെടുത്തിയെന്ന് വിചാരിച്ച് നീ ഞങ്ങളിൽ ദോഷം ആരോപിക്കരുത് കേട്ടോ. എന്തുകൊണ്ടെന്നാ എല്ലാവർക്കും സുഖവും ദുഃഖവും അവരവര് തന്നെ ഉണ്ടാക്കി തീർക്കുന്നതാണ്, അല്ലാതെ വേറൊരാള് തരുന്നതല്ല ഈ ദുഃഖം. ഓരോരുത്തരും ചെയ്തിരിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമായ സുഖ ദുഃഖങ്ങള് അവരവരെ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടതാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ആ രുക്മി ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാണ് രുക്മി അനുഭവിക്കണത് കേട്ടോ, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൃഷ്ണനെ ശാസിക്കുകയാണ് ആള്. ബന്ധുർവധാർഹദോഷോപി ന ബന്ധോർവധമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുന. രുക്മിണിയെ സമാധാനിപ്പിച്ചു. പിന്നെ എന്താ കൃഷ്ണനോട് പറയണു, അതെ, കൊല്ലാൻ തക്ക ദോഷം ഉണ്ടെങ്കിലും ബന്ധുവിനെ വധിക്കണത് യോഗ്യതയല്ല കൃഷ്ണ. അവനെ ഉപേക്ഷിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളായിരുന്നു. ഞങ്ങൾ വിട്ടേക്കണം. എന്തുകൊണ്ടെന്നാൽ അവൻ ചെയ്ത ദോഷപ്രവൃത്തി നിമിത്തം അവന് ദുഷ്കീർത്തി രൂപമായ മരണമൊക്കെ സിദ്ധിച്ചു കഴിഞ്ഞു. അത്രയും മരണതുല്യമായ അപമാനം സഹിച്ചു കഴിഞ്ഞു. അതിനാൽ ഇനി ഒരു തവണ മരിച്ചു കഴിഞ്ഞവന് പിന്നെയും കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അത് വീരന്മാർക്ക് ഉചിതാണോ? ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാവിഭ്രാതരം ഹന്യാൽ ഏന ഘോരതരസ്തത. പിന്നെയും രുക്മിണിയുടെ നേരെ ഒരു തവണ കൃഷ്ണനോട് പറയും, പിന്നെ രുക്മിണിയോട് പറയും. അപ്പോൾ രുക്മിണി പിന്നെയും ഇത്രയൊക്കെ പറഞ്ഞിട്ടും വിഷമിച്ചിരിക്കുകയാണെന്ന് കണ്ടിട്ട് രുക്മിണിയോട് പറയണം, ഹേ സതി, ക്ഷത്രിയന്മാർക്ക് ബ്രഹ്മകൽപിതമായ ധർമ്മം ഏറ്റവും ഘോരമായതാണ്. ക്ഷത്രിയന്മാർക്ക് ഈശ്വരൻ വിധിച്ചിട്ടുള്ളതാണ്. യുദ്ധം ചെയ്യണം, അനേകം പേരെ വധിക്കണം. ഇതൊക്കെ എന്തുകൊണ്ടെന്നാ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ ബന്ധുവെന്നോ സഹോദരനെന്നോ ഒന്നും നോക്കേണ്ടതായ ആവശ്യമില്ല. ജ്യേഷ്ഠന് അനുജനെയും അനുജന് ജ്യേഷ്ഠനെയും വധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് നിന്റെ സഹോദരനെ എന്റെ അനുജൻ വിരോപനാക്കി തീർത്തതിൽ പരിഭവിക്കരുത് കേട്ടോ രുക്മിണി. പിന്നെ എന്താ രുക്മിണിയെ ഉപദേശിക്കണു. രുക്മിണിക്ക് സമാധാനാവാൻ വേണ്ടിയിട്ട് ഒരു ജ്യേഷ്ഠൻ എങ്ങനെയാണ് ഉപദേശിക്കുന്നത് അതുപോലെ വളരെ സൗമ്യമായിട്ട് രുക്മിണിയോട് പറയാണ് ബലരാമസ്വാമി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.